ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി.സി ബുക്സിനെതിരെ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയല്ലേ പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയതെന്ന് കോടതി ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി പരാതിക്കാരനെ അപമാനിക്കുന്ന തരത്തിൽ ഡി.സി ബുക്സ് പ്രവർത്തിച്ചുവെന്നും സിംഗിൾ ബെഞ്ച് കുറ്റപ്പെടുത്തി. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ഡി.സി ബുക്സ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ എ.വി. ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. ഡി.സി ബുക്സിനും എഡിറ്റോറിയൽ കമ്മിറ്റിക്കും പിഴവ് പറ്റിയെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയത് എന്നും പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയത് എന്നും കോടതി ചോദിച്ചു. പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ട ഡി.സി ബുക്സിന്റെ നടപടി ശരിയാണോ? ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇങ്ങനെ ചെയ്തത് എന്തിന്? പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകാതെ എങ്ങനെ പുസ്തകം പുറത്തുവിടാനാകുമെന്നും ഡി.സി ബുക്സ് അഭിഭാഷകനോട് കോടതി ചോദിച്ചു. പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടതും എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയാണ്. ഡി.സി ബുക്സിനും എഡിറ്റോറിയൽ കമ്മിറ്റിക്കും പിഴവ് പറ്റിയെന്ന കാര്യം സമ്മതിക്കണമെന്നും ഡി.സി ബുക്സിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് ഒടുവിൽ ഡി.സി ബുക്സിന്റെ അഭിഭാഷകൻ സമ്മതിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.